എല്ലാവർക്കും ടെക്ലേ മനസ്സിലായി. സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന റെഡ്മി 13 5Gനെ കുറിച്ചാണ്. സോ ഈ സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ത്യയിൽ നെക്സ്റ്റ് മന്ത് ലോഞ്ച് ആകാനുള്ള സാധ്യതയുണ്ട്. ഇതൊരു ബഡ്ജറ്റ് ഓറിയന്റഡ് സ്മാർട്ട് ഫോൺ ആണ്. ശരിക്കും പറഞ്ഞാൽ ഈ സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞാൽ റെഡ്മി നോട്ട് 13R എന്ന് പറയുന്ന ഫോൺ ചൈനയിൽ ലോഞ്ച് ആയിരുന്നു. അതിൻ്റെ റീബ്രാൻഡ് വേർഷനാണ് നമ്മൾ റെഡ്മി 13 5G ഇറങ്ങാൻ പോകുന്ന സാധനം. അത് മിക്കവാറും പോക്കോ M7 Pro ആയിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. സോ ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഡിസൈൻ്റെ ആയിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ 8.2 mm ആണ് തിക്നെസ് വരുന്നത്. 205 gram വെയിറ്റ് വരുന്നുണ്ട്. ഗ്ലാസ് ബാക്ക് ആണ് വരുന്നത്. പ്ലാസ്റ്റിക് ഫ്രെയിം വരുന്നുണ്ട്. IP53 റേറ്റിംഗ് ആണ്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനാണ് വരുന്നത്. സോ ഡിസൈനൊക്കെ അടിപൊളിയാണ് കാണാൻ. കാരണം ഇച്ചിരി പ്രീമിയം ഡിസൈനാണ്. ഗ്ലാസ് ബാക്കൊക്കെയാണ് പുറകിൽ വരുന്നത്. സോ ഡിസൈനൊക്കെ അടിപൊളിയാണ്. ഇത് നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ 6.7 ഇഞ്ചിൻ്റെ ഒരു വലിയൊരു ഡിസ്പ്ലേ ആണ് വരുന്നത്. സോ വൺ ഹാൻഡ് യൂസൊക്കെ മറന്നേക്കുക. ഫുൾ HD+ ആണ് റെസൊല്യൂഷൻ. 120 Hz റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. IPS LCD ഡിസ്പ്ലേ ആണ്. 240 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നുണ്ട്. 550 nits ബ്രൈറ്റ്നസ് വരിക. ഗോറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. പിന്നെ വൈഡ് ബാൻഡ് L1 സപ്പോർട്ട് വരുന്നുണ്ട്. സോ ഈ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ഒരു അത്യാവശ്യം നല്ലൊരു അടിപൊളി ഫോണാണ്. കാരണം ഡിസ്പ്ലേ നമുക്ക് അത്യാവശ്യം ഈ പ്രൈസ് റേഞ്ച് നോക്കുമ്പോൾ മിക്ക സ്മാർട്ട് ഫോൺ HD+ ഡിസ്പ്ലേ ഒക്കെ ആയിട്ടാണ് വരിക. സോ അത് വെച്ച് നോക്കുമ്പോൾ ഇതൊരു അടിപൊളിയാണ്. കാരണം നമുക്ക് ഫുൾ HD+ റെസൊല്യൂഷൻ കിട്ടുന്നുണ്ട്. പിന്നെ വൈഡ് ബാൻഡ് L1 സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഗോറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. സോ ഡിസ്പ്ലേ കാര്യത്തിലും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഇനി ഒരു കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു ഡിസപ്പോയിൻമെന്റ് ഉണ്ട്. നമുക്കിവിടെ സിംഗിൾ സ്പീക്കറാണ് വരുന്നത്. 3.5 mm ജാക്ക് വരുന്നുണ്ട്. പിന്നെ ഹയർ റെസൊല്യൂഷൻ കൂടി സപ്പോർട്ടും വരുന്നുണ്ട്. സോ ഡുവൽ സ്പീക്കർ അല്ല സ്റ്റീരിയോ സ്പീക്കർ ആക്കിയായിരുന്നെങ്കിൽ ഇച്ചിരി ബെറ്റർ ആയാന്. എന്നാലും നമുക്ക് ഹെഡ്ഫോൺ ജാക്ക് കിട്ടുന്നതുകൊണ്ട് അത്രയും കുഴപ്പമില്ല. ഇനി പെർഫോമൻസിൻ്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ സ്നാപ്ഡ്രാഗൺ 4 Generation 2 ആണ് വരുന്നത്. ഇത് റെഗുലർ 4 Gen 2 അല്ല, ഇത് ഓവർക്ലോക്ക്ഡ് വേർഷനാണ്. സോ 4 nm പ്രോസറാണ്. നമുക്കിവിടെ സ്പെക്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ 4 Gen 2 എന്ന് പറയുമ്പോൾ നമ്മുടെ Cortex A78 ഉണ്ട്. 2 Cortex A78 2.2 GHz റൺ ചെയ്യുന്നതിന് പകരം ഇവിടെ നമുക്ക് 2.3 GHz ആണ് റൺ ചെയ്യുന്നത്. അതിലൊരു വ്യത്യാസമുള്ളൂ. ശരി സ്ലൈറ്റ് ഓവർക്ലോക്ക് വേർഷനാണ്. LPDDR4X റാമും UFS 2.2 സ്റ്റോറേജ് ആണ് വരുന്നത്. പിന്നെ ഹൈബ്രിഡ് കാർഡ് സ്ലോട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 2 SIM അല്ലെങ്കിൽ ഒരു SIM SD കാർഡ് ഇടാൻ പറ്റും. എക്സ്പാൻഡബിൾ സ്റ്റോറേജ് സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ സ്കോർ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് 4 Gen 2 റെഗുലറിൻ്റെ സ്കോർ നമുക്ക് കിട്ടത്തുള്ളൂ. നമുക്കിവിടെ ടോട്ടൽ സ്കോർ നോക്കുവാണെങ്കിൽ 4,27,069 ആണ്. CPU 1,61,131. GPU 47,367 ആണ് വരുന്നത്. Geekbench 6 ആണെങ്കിൽ സിംഗിൾ 918, മൾട്ടി 2,121 ആണ് വരുന്നത്. അത്യാവശ്യം നല്ല കേബിൾ ആയിട്ടുള്ള ചിപ്സെറ്റ് തന്നെയാണ്. ഗെയിമിംഗ് ഒക്കെ ഒരു അൾട്രാ FPS ഒക്കെ BGMI കിട്ടും. പിന്നെ ഡേ ടു ഡേ ടാസ്ക് ഒന്നും വലിയ പ്രശ്നങ്ങളോ ഡേ ടു ടാസ്ക് ഒന്നും ഒരു കുഴപ്പമുണ്ടാകത്തില്ല. പിന്നെ ഹെവി ഗെയിമൊക്കെ വരുമ്പോൾ എന്താ പറയുക നമുക്ക് സെറ്റിംഗ്സ് ഒന്ന് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഹൈ സെറ്റിംഗ്സ് ഇട്ട് കളിക്കുവാണെങ്കിൽ സ്റ്റട്ടറിങ് കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ക്യാമറയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് പ്രൈമറി ഒരു 50 MP f1.8 ആപ്പച്ചർ എന്ന പ്രൈമറി സെൻസറാണ്. EI സപ്പോർട്ട് കാണും എന്തായാലും. 1080p 30 FPS ആണ് മാക്സിമം റെക്കോർഡ് ചെയ്യാൻ പറ്റുക. പിന്നെ സെക്കൻഡറി ആയിട്ടൊരു 2 MP മാക്രോ ആണ് വരുന്നത്. പിന്നെ സെൽഫി 8 MP സെൽഫിയാണ്. അവിടെയും 1080p 30 FPS ആണ് വരുന്നത്. ഒരു ആവറേജ് ക്യാമറയാണ്. പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. എന്നാലും ഒരു ആവറേജ് ക്യാമറ വലിയ എടുത്ത് പറയാനുള്ളതൊക്കെ ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും വരുന്നില്ല. റെഗുലർ ക്യാമറ സെറ്റപ്പ് ഒക്കെയാണ് വരുന്നത്. നമുക്ക് ആകെ ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൈമറി 50 MP 8 MP സെൽഫി മാറ്റി 16 കൊടുക്കാമായിരുന്നു. ഇനി OSന്റെ നമ്മൾ നോക്കുവാണെങ്കിൽ HyperOS ആണ് വരുന്നത്. Android 14 സപ്പോർട്ട് ആണ് വരുന്നത് ഔട്ട് ഓഫ് ദി ബോക്സ്. 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 3 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റും വരുന്നുണ്ട്. HyperOS നല്ല OS ആണ്. കാരണം നല്ല ഒപ്റ്റിമൈസ്ഡ് ആണ്. പിന്നെ ഇച്ചിരി ഫാസ്റ്റർ ആണ്. പിന്നെ ലൈറ്റർ ആണ്. സോ ഇങ്ങനത്തെ ഫോണുകൾക്കൊക്കെ ഇച്ചിരി ബെറ്റർ ഒപ്റ്റിമൈസേഷൻ കിട്ടും. ഇതിൻ്റെ ബാറ്ററിയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ 5030 mAh ബാറ്ററിയാണ് വരുന്നത്. 33 വാട്ട് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബോക്സിലൊക്കെ ചാർജർ കിട്ടും. പിന്നെ 6 to 7 മണിക്കൂർ വരെ എന്തായാലും സ്ക്രീൻ ടൈം കിട്ടും. കാരണം ഒന്ന് 4 nm പ്രോസറാണ്, നല്ല എഫിഷ്യൻ്റ് ആണ്. പിന്നെ നമുക്ക് ലാർജർ ബാറ്ററിയും കിട്ടുന്നുണ്ട്. പിന്നെ 33 വാട്ട് ചാർജറും അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ട് തന്നെ ചാർജ് ചെയ്യും. ഇനി നമ്മൾ കണക്ടിവിറ്റി കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ മിക്ക കണക്ടിവിറ്റി ഫീച്ചേഴ്സ് സ്മാർട്ട് ഫോൺ ഉണ്ട്. 5G ആണ് ഒബിയസ്ലി. Wi-Fi 5 ആണ്. Bluetooth 5.3 വരുന്നുണ്ട്. IR ബ്ലാസ്റ്റർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 3.5 mm ജാക്ക് ഉണ്ട്. ഹൈബ്രിഡ് കാർഡ് സ്ലോട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഇതിൽ ഹാർഡ്വെയർ പ്രോക്സിമിറ്റി സെൻസർ അല്ല ഉപയോഗിക്കുന്നത്, വെർച്വൽ പ്രോക്സിമിറ്റി സെൻസറാണ്. അപ്പോൾ നമുക്ക് റെഡ്മിയിൽ ചില ഫോണുകൾക്കുള്ള പ്രശ്നമുണ്ടല്ലോ, നമ്മൾ ചെയ്യുന്ന ഫോൺ എടുക്കുമ്പോൾ ചിലപ്പോൾ ലൈറ്റ് ഓഫ് ആവും, ചിലപ്പോൾ ലൈറ്റ് ഓൺ ആവും, ചിലപ്പോൾ ലൈറ്റ് ഓഫ് ആവും. അങ്ങനത്തെ പ്രശ്നങ്ങളുള്ള ബഗ് ഉണ്ടല്ലോ, അതിന് ചിലപ്പോൾ അതിലുണ്ടാവും. സോ നമ്മൾ ഈ സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് നോക്കുവാണെങ്കിൽ 2 വേരിയൻ്റാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. 6GB 128ഉം 8GB 128ഉം. ചൈനയിൽ ഇഷ്ടംപോലെ വേരിയൻറ്റ് വരുന്നുണ്ട്. ചൈനയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 6GB 128 തൊട്ട് 12GB 512 വരെ ഉണ്ട്. ഇന്ത്യയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 11,000 തൊട്ട് 13,000 ആണ് എക്സ്പെക്റ്റഡ് പ്രൈസ് എന്ന് പറയുകയാണെങ്കിൽ. ആ പ്രൈസിന് ചോദിച്ച് നോക്കുവാണെങ്കിൽ എങ്ങനെയുണ്ട് ഈ സ്മാർട്ട് ഫോൺ എന്ന് ചോദിച്ചാൽ ഒരു ബാലൻസ്ഡ് സ്മാർട്ട് ഫോൺ എന്നേ ഉള്ളൂ. ഒന്നും എടുത്ത് നിൽക്കുന്നില്ല, പക്ഷേ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള സ്മാർട്ട് ഫോണാണ്.
ഇതിൻ്റെ മെയിൻ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ മോട്ടോ G34 ആണ്. മോട്ടോ G34ൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിന് കുറച്ച് ഗുണങ്ങളുണ്ട്. അതിൻ്റെ ഗുണം ഞാൻ പറയുകയാണെങ്കിൽ ഒന്ന് ഇച്ചിരി ബെറ്റർ പെർഫോം ചെയ്യുന്ന പ്രോസർ അതിനുണ്ട്. സ്നാപ്ഡ്രാഗൺ 695 ഡുവൽ സീരീസ് സ്പീക്കേഴ്സ് അതിന് വരുന്നുണ്ട്. പിന്നെ ബെറ്റർ OS അതിനാണ് വരുന്നത്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അതിനുണ്ട്. റെഡ്മിയുടെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ ബെറ്റർ ബിൽഡ് ക്വാളിറ്റി വരുന്നുണ്ട്, ബെറ്റർ ഡിസ്പ്ലേ വരുന്നുണ്ട്, കാരണം ഫുൾ HD+ റെസൊല്യൂഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ OSൻ്റെ ഒരു അപ്ഡേറ്റ്സ് കൂടുതൽ കിട്ടും. 2 വർഷം ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ഒക്കെ റെഡ്മിയിൽ കിട്ടും. പിന്നെ ഫാസ്റ്റർ ചാർജിങ് കിട്ടും. പിന്നെ കണക്ടിവിറ്റിയും ബെറ്റർ ആയിട്ട് എടുക്കുന്നത് റെഡ്മിയിലാണ്. സോ മോട്ടോ ആരൊക്കെ എടുക്കണമെന്ന് പറഞ്ഞാൽ മോട്ടോ നിങ്ങളൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആണെങ്കിൽ ഈ പ്രൈസ് റേഞ്ചിൽ പെർഫോമൻസ് ഇച്ചിരി ഗെയിമർ ആണെങ്കിൽ മോട്ടോ നല്ലതാണ്. ക്യാമറ സെൽഫി ക്യാമറ കൂടുതൽ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ മോട്ടോ ആയിരിക്കും ബെറ്റർ ആയിട്ട് എടുക്കുന്നത്. പിന്നെ OSൻ്റെ കാര്യത്തിൽ ബെറ്റർ ആയിട്ട് എടുക്കുന്നത് മോട്ടോയാണ്. ഇങ്ങനത്തെ കാര്യങ്ങളാണ് മോട്ടോ. ഇപ്പോൾ റെഡ്മിയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ആരൊക്കെ എടുക്കണമെന്ന് ചോദിച്ചാൽ നിങ്ങളൊരു റെഗുലർ യൂസറാണ്, അങ്ങനെ ഹൈ എൻഡ് അല്ലെങ്കിൽ ഗെയിമിംഗ് കളിക്കുന്ന അല്ല, നിങ്ങൾക്കൊരു സിനിമയെ കാണുന്ന ആളാണെങ്കിൽ കൂടുതൽ മൾട്ടിമീഡിയ കൺസ്യൂം ചെയ്യുന്ന ആളാണെങ്കിൽ റെഡ്മി ആയിരിക്കും ബെറ്റർ. സിനിമ കാണുന്ന ആളാണ്, ഗെയിമിംഗ് അല്ല, ഒരു റെഗുലർ യൂസർ ആണെങ്കിൽ റെഡ്മി ആയിരിക്കും ഇച്ചിരി നല്ലത്. സോ നിങ്ങളുടെ യൂസേജ് അനുസരിച്ച് സ്മാർട്ട് ഫോൺ എടുക്കുക. സോ നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. സോ ഗൈസ്, ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദ ബെൽ ഐക്കൺ ഫീച്ചർ നോക്കി നെക്സ്റ്റ് വീഡിയോ കാണാം.